ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഭീം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യാനുള്ള മൊത്തം ഒരു ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. നമുക്കിന്ന് ആപ്ലിക്കേഷൻ വീഡിയോയിലോട്ട് പോയാലോ, എങ്ങനെയാണെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഭീം ആപ്ലിക്കേഷൻ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം പ്രൊസീജിയർ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ബാങ്കിൽ കൊടുത്തേക്കുന്ന ഏത് നമ്പറാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു OTP വരുന്നതാണ്, അത് നമ്മൾ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അകത്തോട്ട് കയറും. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്, അത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലൊക്കേഷനാണ് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ മെസ്സേജ്, ഫോൺ നമ്പർ, കോൺടാക്ട്സ്, പിന്നെ ബാങ്കിൽ ഏത് സിമ്മാണോ കൊടുത്തിരിക്കുന്ന നമ്പറാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു വെരിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓഫർ കാണണം കേട്ടോ. ഓഫറിലേക്ക് മെസ്സേജും കാര്യങ്ങളും വരുന്നതല്ല, വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നീട് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ബയോമെട്രിക്കും 4 ഡിജിറ്റ് നമ്പറുമാണ് പാസ്വേഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്പർ കൊടുത്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ നമ്പറൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ആൻഡ് പാസ്കോഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്കിൽ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും റെഫറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഫർ കോഡ് താഴെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതും കാണിച്ചേക്കൊണ്ട് അത് റെഫർ ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള ബോണസ് പോയിൻറ്റും കാര്യങ്ങളും കിട്ടുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം മുകളിലത്തെ ആ ലിങ്ക് അക്കൗണ്ട് ഒന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ ഏതാണോ നമ്മുടെ ബാങ്ക് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ലിങ്ക് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏതാണോ അക്കൗണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എൻ്റെ SB ആണ്. അങ്ങനെ SBയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ നമുക്ക് കഴിയുന്നതാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോകാം. ബാക്കിലോട്ട് പോയതിന് ശേഷം നമുക്കൊന്ന് റീഫ്രഷും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ റീഫ്രഷിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏറ്റവും മുകളിൽ UPIയും കാര്യങ്ങളും ആഡായിട്ടുണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ആഡായിട്ടുണ്ടോ എന്ന് ഒന്ന് റീഫ്രഷ് വീണ്ടും ചെയ്യുക. കാര്യം ആദ്യം ഒരു ചെറിയൊരു താമസമുണ്ട് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്ന് ആഡായി വരുന്നതിന്. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ആഡായെന്നുള്ള മുകളിൽ കാണിക്കാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെക്ക് ബാങ്ക് ബാലൻസ് നോക്കാം. അക്കൗണ്ടും കാര്യങ്ങളും ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെക്ക് ബാങ്ക് ബാലൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ MPIനും കാര്യങ്ങളും അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസും കാര്യങ്ങളും കാണാൻ കഴിയുന്നതാണ്. ബാങ്ക് ബാലൻസും കാര്യങ്ങളും ഏറ്റവും മുകളിൽ കാണാൻ കഴിയുന്നതാണ് നമുക്ക്. അങ്ങനെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ആഡായിട്ടുണ്ട്. ഇനി നമുക്കൊരാൾക്ക് അയച്ചും കൂടെ കൊടുത്ത് നോക്കിയാലോ, എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ടും കാര്യങ്ങളും ഒരാളുടെ UPI പിന്നും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമുക്കൊന്ന് അയച്ചു നോക്കാം. അങ്ങനെ നിഖിൽ എന്ന് പറയുന്ന ഒരാളുടെ അതിനകത്തോട്ട് നമുക്ക് ₹1 ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ. അത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, അക്കൗണ്ട് കൊടുക്കുക, പേ കൊടുക്കുക, നമ്മുടെ MPIനും കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കും ബ്ലാക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവിടെ ബ്ലാക്ക് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം സക്സസ്ഫുള്ളി ഓക്കെ ആയിട്ടുണ്ട്. ഹോമിലോട്ട് പോവുക. നമുക്കിത് ചെയ്യുന്നതനുസരിച്ച് പെട്രോൾ അടിക്കാനും ഇലക്ട്രിസിറ്റി അങ്ങനെയൊക്കെയുള്ളതിന് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് 5 രൂപ വെച്ച് കിട്ടാറുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാഷ് ബാക്കും കാര്യങ്ങൾ കിട്ടാറില്ല. പെട്രോൾ പമ്പുകളിൽ കിട്ടാറുണ്ട്. 5 രൂപയൊക്കെ നമുക്ക് എത്ര രൂപ അടിച്ചതനുസരിച്ച് കിട്ടുന്നുണ്ട്. ആദ്യ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് തന്നെ കിട്ടുമായിരുന്നു. പിന്നെ റെഫർ കോഡും കാര്യങ്ങളും യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ വെച്ച് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും ഭീം ആപ്ലിക്കേഷൻ തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭീം ആപ്ലിക്കേഷനും കാര്യങ്ങളും എടുക്കാനുള്ളത്. എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എടുക്കുക, അത്യാവശ്യം നല്ല യൂസ്ഫുള്ളും കാര്യങ്ങളുമാണ്. അങ്ങനെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ്, കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തരുന്നതാണ്. ചാനലിലെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്നതുവരെ ഒരു ചിന്ന ബ്രേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൈ.